ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ MDയുടെ കഥകളിൽ നിന്നെടുത്തുള്ള 9 ആന്തോളജി സീരീസ് ആയിട്ടുള്ള മനോരഥങ്ങൾ എന്ന സീരീസ് നമ്മുടെ സോണി ലൈവിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ 3 കഥകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഓളവും തീരവുമാണ് ഫസ്റ്റ്. രണ്ടാമത്തത് നമ്മൾ ശ്രീലങ്കയിൽ കൂടുതലും സ്ട്രീം ചെയ്ത കടുകന്നാവ ഒരു യാത്രക്കുറിപ്പ് എന്നുള്ളതാണ്. മൂന്നാമത് കാഴ്ചയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ ഓളവും തീരവും എന്നുള്ള ഒരു സിനിമ റിലീസ് ചെയ്തത് 1970-ലാണ്. അന്ന് മധുവും നമ്മുടെ ഉഷ നന്ദിനി എന്ന് പറഞ്ഞൊരു നടിയും കൂടെ ബാപ്പുട്ടി അതുപോലെ നബീസ എന്നുള്ള ക്യാരക്ടേഴ്സിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മോഹൻലാലും ദുർഗയും കൂടെയാണ് ആ ഒരു ക്യാരക്ടേഴ്സിനെ ചെയ്തത്. ഇപ്പം ഇതിനകത്ത് വേറെയും മാമുക്കോയ അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരുമാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ MDയുടെ കഥകളും നോവലുകളും ഒക്കെ വായിച്ചു കഴിഞ്ഞവർക്കറിയാം, മനസ്സിലൊരു നൊമ്പരം, ഒരു മുറിപ്പാട് നമുക്ക് ചിലപ്പോൾ മിക്കവാറും കഥകളിൽ കാണാറുണ്ട്. അപ്പൊ ഈ സിനിമയിലും അത്തരത്തിലുള്ള ഒരു മുറിപ്പാട് നമ്മളെ ബാക്കിയാക്കിയിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഒരുപാട് ബാപ്പുട്ടി നബീസമാരും നമ്മുടെ ഈ ഒരു ലോകത്ത്, നമ്മുടെ ഈ ഒരു കൊച്ചു സംസ്ഥാനത്ത് പോലും ഉണ്ടായി കാണാം, ഇപ്പോഴും ഇരിക്കുന്നുണ്ടാകാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ രണ്ടാമത്തെ ഉള്ളതാണ് കടുകന്നാവ ഒരു യാത്രക്കുറിപ്പ് എന്നുള്ളത്. അത് MDയുടെ തന്നെ കഥയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം മമ്മൂക്കയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള റോള് ചെയ്തിരിക്കുന്നത്. നമ്മുടെ MDയുടെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയായിട്ടുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി MDയുടെ ഫാദർ ശ്രീലങ്കയിൽ നിന്ന്, അന്ന് സിലോണാണ്, സിലോണിൽ നിന്നും വീട്ടിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള കുറച്ച് ഓർമ്മകൾ ആണ് മെയിനായിട്ട് ഈ ഒരു സീരീസിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഗൃഹാതുരത്വം, അതായത് ഒരു മുറിപ്പാട്, ഒരു സന്തോഷമുള്ള ഒരു വേദന പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. കുട്ടിക്കാലത്തുള്ള ഊഞ്ഞാലാടുന്നതായിരിക്കാം, മറ്റ് കളികളായിരിക്കാം, മീൻ പിടിക്കുന്നതാകാം, അതുപോലെ മഷിത്തണ്ട് ഉപയോഗിച്ച് സ്ലേറ്റ് മായ്ക്കുന്നതാകാം, അങ്ങനെയുള്ള പല പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു സീരീസും അത്തരത്തിലുള്ള ഒരു വേദന നമ്മളിൽ സമ്മാനിക്കുന്നുണ്ട്. പണ്ട് കാലത്തേക്ക് തിരിച്ചു പോകാൻ ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കാലഘട്ടം എത്ര മനോഹരമായിരിക്കുന്നു എന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. മൂന്നാമത്തെയാണ് കാഴ്ച എന്നുള്ളത്. ഈ കാഴ്ചയാണ്, ഈ 2 സീരീസ് നോക്കുകയാണെങ്കിൽ കുറച്ച് പിന്നിൽ നിൽക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ട ഈ കാഴ്ചയാണ്. ഈ കാഴ്ച എന്നുള്ളതിൽ നമുക്ക് പാർവതി തിരുവോത്താണ്. അവര് ചെന്നൈയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 90 കാലഘട്ടങ്ങളായിരിക്കാം. ആ കാലഘട്ടങ്ങളിൽ നാട്ടിലേക്ക് വരുന്നു ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ ഫാമിലി ഇഷ്യൂസ്, കപ്പിളിന്റെ ഇടയിലുള്ള ഇഷ്യൂസ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അവര് മറ്റൊരു മേച്ചിൽപ്പുറം തേടി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു 3 കഥകളും ബാക്കിയുള്ള 6 കഥകളും കൂടെ എനിക്ക് കാണണം. അപ്പൊ അതിനുശേഷം ഞാൻ അടുത്ത റിവ്യൂ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം MD സാറിന്റെ ഏത് നോവലുകളും, ഏത് കഥകളും, ഏത് സിനിമകളും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ഉത്തരം, ഓളവും തീരവും, നാലുകെട്ട് തുടങ്ങിയിട്ടുള്ള കഥകളിലൊക്കെ തന്നെ മനസ്സിൽ എന്തൊക്കെയോ ഒരു വിങ്ങൽ അവശേഷിച്ചിട്ടാണ് ഓരോ വായനക്കാരും, ഓരോ സിനിമ കാണുന്ന ആളുകളും ആ ഒരു കഥ അല്ലെങ്കിൽ ആ സിനിമ അവസാനിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെനിക്ക് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്ന കഥകൾ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാവുന്ന തന്നെയാണ്. സോണി ലൈവിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒരിക്കലും ആളല്ല. എനിക്ക് അറിയാവുന്ന കൊച്ചു കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. സോ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.